ഹലോ നമസ്കാരം. എൻ്റെ പേര് രതീഷ്. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൊളസ്ട്രോൾ ഒരുവിധ എല്ലാ ആളുകളിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ടീനേജിലടക്കം നമ്മൾ കണ്ടുവരുന്നു. കൊളസ്ട്രോൾ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത്. LDL-ഉം HDL. LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളും HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോളുമാണുള്ളത്. ഇത് നാട്ടുവൈദ്യത്തിലും അല്ലെങ്കിൽ കളരി ചികിത്സ ആയുർവേദത്തിലായിട്ടുള്ള അതിനെ പറ്റിയുള്ള അത് കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് മരുന്നുകളെ കുറിച്ചാണ് ഇനിയുള്ള വീഡിയോകൾ വരിക. ഒരു 6 മരുന്നുകളടക്കം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതിൽ ഒന്നാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് പപ്പായ കൊണ്ട് കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട്സ് ടൈപ്പ് ആ വലിയ പപ്പായ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടു പരിസരങ്ങളിൽ നമ്മളെ പരിസരങ്ങളിൽ കാണപ്പെടുന്ന നാടൻ പപ്പായ നമ്മൾ എന്ത് ചെയ്യുക, അത് എടുത്ത് കഴുകി വൃത്തിയാക്കി അതിന്റെ തൊലിയും ഉള്ളിലുള്ള കുരുവും കളയുക. എന്നതിന് ശേഷം പിന്നെ കഴുകരുത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി 2 ഗ്ലാസ് വെള്ളത്തിൽ അത് തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് 1 ഗ്ലാസ് ആക്കി മാറ്റിയതിന് ശേഷം ദിവസം 3 നേരം കഴിക്കുക. ശരിക്കും വെറും വയറ്റിൽ കഴിക്കണം എന്നാണ് പറയുക. ചിലർക്ക് അത് ബുദ്ധിമുട്ട് അലർജി കാര്യങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഭക്ഷണശേഷം കഴിക്കുക. ആദ്യത്തെ ടൈമിൽ നമ്മൾ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ കഴിക്കരുത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ കഴിച്ചു തുടങ്ങേണ്ടതാണ്. ഇങ്ങനെ ഒരു മാസം നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല മാറ്റം ചീത്ത കൊളസ്ട്രോളിന്റെ കാര്യങ്ങളിൽ മാറ്റം വരും. അതുപോലെ തന്നെ അതിന് പ്രധാനമായിട്ട് നമ്മൾ അതിനെ സഹായിക്കുന്ന മറ്റു 2 ഘടകങ്ങളാണ്. ഒന്ന് വ്യായാമം, ഒന്ന് ഭക്ഷണത്തിലെ കൺട്രോൾ. വ്യായാമം ദിവസം ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് വ്യായാമത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ ക്രമേണ നിങ്ങൾ ആ 2 കാര്യം കൂടി ഇതിനെ സപ്പോർട്ടീവായിട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ എന്നുള്ള കാര്യം നമ്മൾ മരുന്ന് കഴിക്കാതെ തന്നെ നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഒരു 5-6 മരുന്നുകൾ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നന്ദി, നമസ്കാരം.